ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ട്രംപ് ഏർപ്പെടുത്തിയ അധിക ചുങ്കം ഇന്ത്യൻ ഭക്ഷ്യോൽപാദക കമ്പനികളെ മിഡിൽ ഈസ്റ്റിലേക്ക് ചേക്കേറാൻ പ്രേരിപ്പിക്കുന്നു. ദുബൈയിൽ പുരോഗമിക്കുന്ന ഗൾഫ് ഫുഡിൽ ഈ പ്രവണത വ്യക്തമാണ്. മുൻ വർഷത്തേക്കാൾ ഇരട്ടി ശേഷിയിലാണ് ഇന്ത്യൻ സ്ഥാപനങ്ങൾ ഇക്കുറി മേളയിൽ അണിനിരക്കുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള ഭക്ഷ്യോൽപാദന കയറ്റുമതി 15,000 കോടിയിലെത്തുമെന്ന് പ്രമുഖ വ്യവസായി എം എ യൂസഫ് അലി ഗൾഫ് ഫുഡിൽ പ്രഖ്യാപിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ ഭക്ഷ്യമേളയായ ഗൾഫ് ഫുഡിന്റെ പങ്കാളിത്ത രാജ്യമാണ് ഇത്തവണ ഇന്ത്യ. 25 സംസ്ഥാനങ്ങളിൽ നിന്നായി 161 പ്രദർശകരാണ് ഇത്തവണ ഗൾഫ് ഫുഡിൽ എത്തിയിരിക്കുന്നത്. ഗൾഫ് ഫുഡ് നടക്കുന്ന ദുബൈ വേൾഡ് ട്രേഡ് സെന്ററിലും എക്സ്പോ സിറ്റിയിലും ഇന്ത്യൻ ഭക്ഷ്യസ്ഥാപനങ്ങളുടെ മേൽക്കൈ ശ്രദ്ധേയമാണ്. ഭാരതി പവലിയൻ എന്ന പേരിൽ 100-ലധികം ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകളും ഗൾഫ് ഫുഡിന്റെ ഭാഗമാണ്. വിവിധ സംസ്ഥാനങ്ങളിലെ ഭക്ഷ്യോൽപാദക സംഘങ്ങളും അതോറിറ്റികളും മേളയിലുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ള ഭക്ഷ്യോൽപ്പന്ന കയറ്റുമതി 15,000 കോടിയിലെത്തിക്കാൻ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി ചർച്ച നടത്തിയിട്ടുണ്ടെന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി പറഞ്ഞു. ഇന്ത്യയിൽ നിന്ന് ഞങ്ങൾ 10,000 crore റുപ്പീസിൻ്റെ എക്സ്പോർട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ ഞങ്ങളായപ്പോൾ അതിൻ്റെ CEO ആയിട്ട് നജിമുദ്ദീനായിട്ട് സംസാരിച്ച് അത് 15,000 crore ആക്കാനുള്ള പരിപാടിയിലാണ് ഞങ്ങൾക്ക് UP, ബീഹാർ, പഞ്ചാബ്, മഹാരാഷ്ട്ര ഈ സ്ഥലങ്ങളിലൊക്കെ ഫുഡ് പ്രോസസ്സിംഗ് ഉണ്ട്. ഇപ്പം ഞാൻ ദാവോസിൽ വെച്ച് ആസാമിൻ്റെ ചീഫ് മിനിസ്റ്ററായി സംസാരിച്ചു, ഗുജറാത്തിൻ്റെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററായി സംസാരിച്ചു, ഹിമാചൽ ചീഫ് മിനിസ്റ്ററായി. അവരൊക്കെ പറയുന്നത് ഞങ്ങളുടെ ഫുഡ് പ്രൊഡക്ഷൻ ഇരട്ടിയാക്കിയിട്ടുണ്ട്. ആയതുകൊണ്ട് നിങ്ങൾ വന്ന് ഫുഡ് പ്രോസസ്സിംഗ് തുടങ്ങുകയും അത് എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. ട്രംപിന്റെ അധിക ചുങ്കം തിരിച്ചടിയാകുന്നത് ഭയന്ന് മിഡിൽ ഈസ്റ്റ് മാർക്കറ്റിലേക്ക് ആദ്യമായി എത്തിയ സ്ഥാപനങ്ങൾ മേളയിൽ നിരവധിയാണ്. പഞ്ചാബിൽ നിന്നുള്ള ഈ തേൻ ഉൽപാദകരും അമേരിക്കൻ വിപണിയിലെ തിരിച്ചടി മറികടക്കാനാണ് ഇക്കുറി ഗൾഫ് ഫുഡിലെത്തിയത്. The US is bulk market. So that's why all the buyers, right, all the exporters, all the suppliers, they were focusing on the US market only. But due to that tariff decision, right, everybody was, suffering for the past 1 year. Okay. So now everybody is slowly moving to the Gulf market or some other markets like this. ഇന്ത്യൻ പവലിയന്റെ ഉദ്ഘാടനം കാർഷിക ഭക്ഷ്യോൽപ്പന്ന കയറ്റുമതി അതോറിറ്റി ചെയർമാൻ അഭിഷേക് ദേവ് നിർവഹിച്ചു. ചെറുകിട സംരംഭകരും സ്റ്റാർട്ടപ്പുകളുമടക്കം 600 ഇന്ത്യൻ കമ്പനികൾ ഇക്കുറി ഗൾഫ് ഫുഡിൽ സാന്നിധ്യം അറിയിക്കുന്നുണ്ടെന്ന് അബുദാബി ഇന്ത്യൻ എംബസി അറിയിച്ചു. ട്രംപിന്റെ അധിക ചുങ്കത്തെ തുടർന്ന് കൂടുതൽ ഇന്ത്യൻ കമ്പനികൾ US വിട്ട് ഗൾഫിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന്റെ തെളിവ് കൂടിയാണ് ഇത്തവണത്തെ ഗൾഫ് ഫുഡ്. യാസർ അറഫാദിനൊപ്പം ഷീനോദ് ഷംസുദ്ദീൻ, മീഡിയ 1, ദുബായ്.